ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പൊളിറ്റിയുടെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അമെൻമെൻറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ എല്ലാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾക്ക് വേണ്ടുന്ന പ്രൊവിഷനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കാലം മാറുന്നതിനനുസരിച്ചും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും ഭരണഘടനയിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിലുള്ളതുപോലെ എളുപ്പത്തിൽ മാറ്റം വരുത്തുവാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നുമല്ല. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലുള്ളതുപോലെ മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള റിജിഡ് ആയിട്ടുള്ള ഒന്നുമല്ല. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ നെയ്തർ ഫ്ലെക്സിബിൾ നോർ റിജിഡ് ബട്ട് സിന്തസിസ് ഓഫ് ബോത്ത് എന്ന് പറയാം. ഫ്ലെക്സിബിളുമല്ല റിജിഡുമല്ല, ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ എന്ന പ്രൊവിഷൻ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 20 ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷനുകൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനും അതിൻ്റെ പ്രൊസീജിയറുകൾ തീരുമാനിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഒരു പവർ ഉപയോഗിച്ചാണ് പാർലമെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയറുകളിലൂടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ അഡീഷണലായിട്ട് പ്രൊവിഷനുകൾ കൂട്ടിച്ചേർക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ റിപ്പീൽ ചെയ്യുന്നത് ആയിരിക്കാം. ഇത്രയുമൊക്കെ അധികാരങ്ങൾ നമ്മുടെ പാർലമെൻറ്റിന് നൽകിയിട്ടുണ്ടെങ്കിലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന ഒന്നിനെയും പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നമുക്കറിയാം, 1973 വന്ന കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി ഇത്തരത്തിൽ പാർലമെൻറ്റിൽ നടത്തുന്ന അമെൻമെൻറ്റിൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടനയിൽ ഭേദഗതി നടത്തുന്നതെന്ന്. ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ നിലവിൽ കൊണ്ടുവരണമെങ്കിലും അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭകളിൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ബില്ല് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്റർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് പ്രസിഡൻറ്റിൻ്റെ മുൻകൂർ അനുമതിയൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുകയും വേണം. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 368 കീഴിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ആ വോട്ട് നടക്കുന്ന സമയത്ത്, നിലവിൽ ആ വോട്ട് നടക്കുന്ന സമയത്ത് അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നോ അതിൻ്റെ 2/3 മെജോറിറ്റിയും കിട്ടണം. അതേസമയം തന്നെ ആബ്സല്യൂട്ട് മെജോറിറ്റിയും വേണം. അതായത് നിലവിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്ര ആൾക്കാരുണ്ടോ അവരുടെ 2/3 മെജോറിറ്റിയും വേണം. അതുകൂടാതെ ആ കിട്ടുന്ന 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് മെജോറിറ്റിയും ആയിരിക്കണം. അതെന്താണ് ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50%-നേക്കാളും ഒന്നുകൂടി ആയിരിക്കണം. അതായത് നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കുക. നമ്മുടെ ലോക്സഭയിൽ 100 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ 2/3 മെജോറിറ്റി കിട്ടി. പക്ഷേ കിട്ടിയത് നമുക്ക് 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് 49 എങ്കിൽ ആ നിയമം ബില്ല് പാസ്സാകുമോ? ഇല്ല. അവിടെ നിലവിൽ വോട്ടിങ്ങിലുള്ളവരെ 2/3 കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ ആബ്സല്യൂട്ട് മെജോറിറ്റി ആയോ? ഇല്ല. ആബ്സല്യൂട്ട് മെജോറിറ്റി ആകണമെങ്കിൽ 100ൻ്റെ പകുതി എത്രയാ? 50 + 1 51 എങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നിലവിൽ വോട്ടിങ്ങിന് ആ സമയത്ത് അവിടെ എത്ര പേരുണ്ടോ അവരുടെ 2/3 മെജോറിറ്റിയും വേണം. അതുകൂടാതെ സഭയിൽ എത്ര സീറ്റുണ്ടോ അതിൻ്റെ ഹാഫിനേക്കാളും 1, അതാണ് അതിൻ്റെ ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ 368 കീഴിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു ബില്ല് പാസ്സാകുന്ന സമയം ഓരോ സഭകളും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കിയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ 2 സഭകളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് നടത്തി ഇത് പാസ്സാക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഓർഡിനറി ബില്ലുകളുടെ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ട് വരികയാണ്. ഒരു സഭ പാസ്സാക്കി മറ്റേ സഭ പാസ്സാക്കിയില്ല എങ്കിൽ ഒരു ജോയിൻറ്റ് സിറ്റിംഗ് നടത്തി പാസ്സാക്കും.
എന്നാൽ ഭരണഘടനാ ഭേദഗതികൾ നടക്കുന്ന സമയത്ത് ഒരു സഭ പാസ്സാക്കി മറ്റേ സഭ അത് പാസ്സാക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു ജോയിൻറ്റ് സിറ്റിംഗ് നടത്തിയിട്ട് ഇത് പാസ്സാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഓരോ സഭകളും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അമെൻഡ് ചെയ്യാൻ പോകുന്നൊരു പ്രൊവിഷൻ നമ്മുടെ ഫെഡറൽ ഫീച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇരു സഭകളുടെയും സ്പെഷ്യൽ മെജോറിറ്റിയോടെ പാസ്സാക്കിയാൽ മാത്രം പോരാ, പകുതി സംസ്ഥാനങ്ങളെങ്കിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കി അതിനെ റാറ്റിഫൈ ചെയ്യുകയും കൂടെ വേണം. അങ്ങനെ രണ്ട് സഭകളും പാസ്സാക്കിയ ഒരു ബില്ല് ഇനി സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ വേണ്ടതാണെങ്കിൽ അതിന് ലഭിച്ചൊരു ബില്ല് ഉടനെ തന്നെ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിനായിട്ട് അയക്കുകയും അത്തരത്തിൽ നൽകുന്ന ഒരു ബില്ലുകൾക്ക് പ്രസിഡൻറ്റ് മസ്റ്റായിട്ടും അനുമതി നൽകിയിരിക്കണം. ഒരിക്കലും ആ ബില്ല് റിട്ടേൺ ചെയ്യുവാനോ വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനില്ല. ഏതിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളുടെ കാര്യത്തിലാണ്. ഓർഡിനറി ബില്ലുകളുടെ കാര്യത്തിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. എന്നാൽ ഭരണഘടനാ ഭേദഗതികളുമായിട്ട് വരുന്ന ബില്ലുകൾ റിട്ടേൺ ചെയ്യുവാനോ വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനില്ല. പ്രസിഡൻ്റ് അത് മസ്റ്റായിട്ട് അനുമതി നൽകിയിരിക്കണം. പ്രസിഡൻറ്റിൻ്റെ അങ്ങനെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ഈ വരുന്ന ബില്ല് അതൊരു ആക്റ്റായിട്ട് മാറുകയും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടുന്ന പ്രൊസീജിയറുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് അമെൻമെൻറ്റുകൾ നോക്കാം. നമ്മളിത് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും പറയുന്നത് ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള അമെൻമെൻറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് പാസ്സാക്കുന്നതും, രണ്ടാമതായിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയിലൂടെ പാസ്സാക്കി റാറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളതും. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലെ ചില പ്രൊവിഷനുകൾ, ഈ ചില പ്രൊവിഷനുകളൊക്കെ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ടും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിലവിൽ വോട്ട് ചെയ്യാൻ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിൽ പകുതിയിലധികം ആൾക്കാരുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാകുന്നത്. അതാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമുക്കൊരു ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ വരുന്ന അമെൻമെൻറ്റുകൾ ആർട്ടിക്കിൾ 368 പർപ്പസിൽ പെടുന്ന അമെൻമെൻറ്റുകൾ ആയിരിക്കത്തില്ല. ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്ന അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ കിട്ടേണ്ടതാണെങ്കിൽ അതും. സിമ്പിൾ മെജോറിറ്റിയിൽ വരുന്ന അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 പുറത്തുള്ള അമെൻമെൻറ്റുകളാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ വേണ്ടി പാടില്ല. ഓക്കെ, ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയെ 3 തരത്തിൽ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന്, പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ അവസാനം പറഞ്ഞ രണ്ടെണ്ണമാണ് ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ 368 സ്കോപ്പിന് പുറത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊവിഷനുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നാമതായിട്ട് ഒരു പുതിയ സ്റ്റേറ്റ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷന് വേണ്ടി നമുക്ക് സിമ്പിൾ മെജോറിറ്റി മാത്രം മതിയാകും. രണ്ടാമതായിട്ട് ഒരു പുതിയ സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഏരിയാസിനെ അൾട്ടർ ചെയ്യുക, ബൗണ്ടറീസിൽ മാറ്റം വരുത്തുക, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾക്കും സിമ്പിൾ മെജോറിറ്റി മാത്രം മതിയായിരിക്കും. മൂന്നാമതായി ഒരു സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിർത്തലാക്കാനോ പുതുതായിട്ട് ആരംഭിക്കുവാനോ. നാലാമതായി ഭരണഘടനയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പ്രസിഡൻറ്റ്, ഗവർണേഴ്സ്, ജഡ്ജസ് ഇവരുടെ സാലറി, അലവൻസ്, പ്രിവിലേജ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനം എടുക്കുവാനും സിമ്പിൾ മെജോറിറ്റി മാത്രം മതിയായിരിക്കും. അഞ്ചാമതായിട്ട് പാർലമെൻറ്റിൻ്റെ ക്വാറം അല്ലെങ്കിൽ എത്ര ആളുകളുണ്ടെങ്കിൽ ആണത് ഫങ്ഷൻ ചെയ്യുക, അങ്ങനെയുള്ള ക്വാറം എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുവാൻ വേണ്ടിയും സിമ്പിൾ മെജോറിറ്റി മതിയായിരിക്കും. ആറാമതായി പാർലമെൻറ്റിലെ മെമ്പേഴ്സിൻ്റെ സാലറി, അലവൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനായിട്ടും. ഇതുകൂടാതെ പാർലമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ, പാർലമെൻ്ററി മെമ്പേഴ്സ് കൂടാതെ കമ്മിറ്റീസ് ഇതിൻ്റെ പ്രിവിലേജസ് തീരുമാനിക്കാനായിട്ട്
പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാനായിട്ട്. കൂടാതെ സുപ്രീം കോടതി ജഡ്ജസിൻ്റെ നമ്പർ ഓഫ് പേജിനെ പറ്റിയും സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ കൂടുതലായിട്ട് കൺഫർമെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിനു പുറമെ പൗരത്വം ലഭിക്കുന്നതും നഷ്ടപ്പെടുന്നതും, അതായത് അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, കൂടാതെ പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൻ്റെയും ഇലക്ഷനെക്കുറിച്ചും, കൂടാതെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും ഡിലീമിനേഷനെ കുറിച്ചും, അതായത് നമുക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അല്ലെങ്കിൽ ഒരു അസംബ്ലിയുടെ പരിധി എത്രയുണ്ട്, ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പരിധി എത്രയുണ്ട് എന്ന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും യൂണിയൻ ടെറിട്ടറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സിമ്പിൾ മെജോറിറ്റി മതിയായിരിക്കും. ഇതുകൂടാതെ 5th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾഡ് ഏരിയാസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, കൂടാതെ 6th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സിമ്പിൾ മെജോറിറ്റിയുടെ കീഴിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. രണ്ടാമതായി പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെഷ്യൽ മെജോറിറ്റി എന്നാൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി ഇത് പാസ്സാക്കേണ്ടതായിട്ടുണ്ടെന്ന്. അതായത് ഓരോ സഭകളിലും ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, ആ സമയം അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നോ അതിലെ 2/3 മെജോറിറ്റിയും പാസ്സാക്കണം. ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ഹാഫും പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ ടോട്ടൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ നിലവിൽ എത്ര മെമ്പേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരു സഭകളുടെയും ടോട്ടൽ മെമ്പേഴ്സാണ്. അവിടെ വേക്കൻസി ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആബ്സെൻ്റ് ആയിരുന്നതോ എന്നുള്ളതൊന്നും നോക്കത്തൊന്നുമില്ല. സഭയുടെ ആ ടൈമിലുള്ള ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ സീറ്റ് എത്രയാണോ അതിൻ്റെ ഹാഫ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു വോട്ടെടുപ്പ് നടത്തേണ്ടത് ഏതൊരു ബില്ലും ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സ്ട്രിക്ട്ലി അതിൻ്റെ 3rd റീഡിങ്ങിലായിരിക്കണം നടത്തേണ്ടത്. അങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട സാഹചര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, കൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ മെജോറിറ്റിയിലും ഇത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്ന 3rd കാറ്റഗറി സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് വേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്ത ഏതൊരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഉപയോഗിക്കുക. ഇനി 3ാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ ലഭിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നാം ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റിയും ഉണ്ടാകണം. അതുകൂടാതെ തന്നെ ഇന്ത്യയിലുള്ള പകുതി സംസ്ഥാനങ്ങളെങ്കിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുകയും ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റുകൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റുകൾ ഇത് എത്ര സമയത്തിനുള്ളിൽ പാസ്സാക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. എപ്പോഴാണ് പകുതി സംസ്ഥാനങ്ങളെങ്കിലും അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുന്നത് അപ്പോഴേക്കും അത് റാറ്റിഫൈ ആകുന്നതാണ്. ഈ ഒരു രീതിയിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും അതിൻ്റെ മാനറും, ഒരു യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ള കാര്യങ്ങൾ, GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ വരുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റുകളുടെ കാര്യത്തിൽ പാർലമെൻറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടെന്ന് പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് 3rd കാറ്റഗറി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് കൺസെൻറ്റ് അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾക്കാണ്. നിലവിൽ ഇതുവരെ 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകളാണ് വന്നിട്ടുള്ളതിൽ. അതിൽ 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് വുമൻസ് റിസർവേഷൻ ബില്ലാണ് 2023 പാസ്സാക്കിയത്. ലോക്സഭയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലികളിലും 1/3 അല്ലെങ്കിൽ 33% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്യുന്ന ബില്ലാണത്. പിന്നീട് നമുക്ക് നമ്മുടെ ഭരണഘടനയിലെ മറ്റേത് ഭാഗം പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്കും അതിൻ്റേതായിട്ടുള്ള ക്രിറ്റിസിസംസ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടുള്ളതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബോഡി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങളുടെ മെജോറിറ്റി പവറും പാർലമെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളുടെ കയ്യിൽ വളരെ നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റും ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഇപ്പോൾ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റേറ്റിനും ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ മേജർ പാർട്ടും പാർലമെൻറ്റിന് ഒറ്റയ്ക്ക് തന്നെ അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതത് സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ടോ സാധിക്കും. വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു കൺസെൻറ്റ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് മതി. അമേരിക്ക പോലെ 3/4 സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അടുത്തൊരു ക്രിറ്റിസിസം, ഒരിക്കലും ഒരു സ്റ്റേറ്റ് റാറ്റിഫൈ ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനമെടുക്കുവാനുള്ള ടൈം ഫ്രെയിം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺസെൻറ്റ് നൽകിയൊരു സ്റ്റേറ്റിന് ലേറ്റർ ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിൻറ്റ് സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലോക്ക് നടക്കുന്ന സമയത്ത് ഇത് സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കുന്ന സമയത്ത് കൂടി ഒരു ഡെഡ് ലോക്ക് വരുന്ന സമയത്ത് ജോയിൻറ്റ് സിറ്റിംഗ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വരുന്ന സമയത്ത് ജോയിൻറ്റ് സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാതെ ഒരു ഡെഡ് ലോക്ക് വന്നോട്ടെ എന്നുള്ള പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് എന്നതാണ്. അടുത്തൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് നടക്കുന്നത് പോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്നുള്ളത് മാത്രമാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസും എല്ലാം വളരെ സ്കെച്ചിയാണെന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ജുഡീഷ്യലിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു വൈഡ് സ്കോപ്പ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിക്കും ഇടയിൽ ഒരു ബാലൻസ് എപ്പോഴും നമ്മുടെ ഭരണഘടന മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. ഇതിനെപ്പറ്റി നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടന സോളിഡും പെർമനൻസും ഒക്കെയാണ്. പക്ഷേ ഒരിക്കലും ഒരു കോൺസ്റ്റിറ്റ്യൂഷന് പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്ന കാര്യം സാധ്യമല്ല. തീർച്ചയായിട്ടും അവിടെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വേണം. നമ്മുടെ ഒരു ഭരണഘടനയെ സോളിഡും റിജിഡും ആക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെ അത് തടയുന്നതാണ് എന്നുള്ളതാണ് അർത്ഥം. ഇതുപോലെ തന്നെയുള്ള അഭിപ്രായങ്ങൾ ഡോക്ടർ അംബേദ്കറും അതുപോലെ തന്നെ ഗ്രാൻവിൽ ഓസ്റ്റിനും KC വെയറൊക്കെ പിന്നീട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകൾ പഠിക്കണം. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകളും നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സും ആർട്ടിക്കിൾസും നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ അത് പറയുന്നതോടെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാത്ത ഒരിക്കലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുമില്ല. ഓക്കെ, നമ്മൾ ഇതിനു വേണ്ടി ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, യൂട്യൂബ് ആൽഗരിതമൊക്കെ അനുസരിച്ച് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവരും വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോവുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.